ലോഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 90ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവം സൃഷ്ടിക്കായി കടന്നിട്ടുള്ളത് ബ്രദർ സുജിൻ സാമാണ്. പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബ്രദർ UK നോട്ടിംഗാം എന്ന സ്ഥലത്തു നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. നോട്ടിംഗാം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ദൈവസഭയുടെ അംഗമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിന് ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗോഡ് ഈസ് ലവ് പ്രെയർ മീറ്റിംഗിന്റെ 90th ഇന്റർനാഷണൽ ഓൺലൈൻ ഡിവൈൻ ഫെലോഷിപ്പിലേക്ക് അടിയനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ക്ഷണിച്ച ബ്രദർ ഡെന്നിസ്, സിസ്റ്റർ സിജി ഡെന്നിസ്, അതോടൊപ്പം എൻ്റെ സഹോദരരും സ്നേഹിക്കുന്ന ബ്രദർ ഷിബു, ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ ബ്രദർ പോൾസൺ, അവരുടെ ലോകത്തെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകാൽ ഇങ്ങനൊരു അവസരം കർത്താവ് ഇന്നോ കഴിഞ്ഞ ആഴ്ചയോ അല്ല പ്ലാൻ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. നാളുകൾക്ക് മുമ്പേ അല്ല, വർഷങ്ങൾക്ക് മുൻപേ ഈ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെ ജോയിൻ ചെയ്യണം, ഈ മീറ്റിംഗ് എപ്പോൾ കണ്ടക്ട് ചെയ്യണം, അത് ഏത് സമയത്തായിരിക്കണം എന്നൊക്കെ നാം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ കർത്താവ് അത് പ്ലാൻ ചെയ്തതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സൂമിൽ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രത്യേകാൽ ഇങ്ങനത്തെ ഒരു സൂം പ്ലാറ്റ്ഫോം നമുക്കറിയാം. ഈ പ്രെയർ മീറ്റിംഗ് ഒക്കെ ഫിസിക്കൽ ആണെങ്കിലും സൂമിൽ കൂടെ ആണെങ്കിലും നാം പലപ്പോഴും ആരാധനയ്ക്ക് പോകുവാനൊക്കെ അവധികൾ വെക്കുമ്പോൾ, പക്ഷേ സൂമിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്ക്യൂസ് എടുക്കാനില്ലാത്തതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. പല രാജ്യങ്ങളിലായി ഇന്റർനാഷണലായി ഒക്കെ ഈ മെസ്സേജുകളും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം ഒക്കെ അത് കർത്താവ് അങ്ങനെ പല സാഹചര്യങ്ങളിൽ ദൈവം ഇതിനെ എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനത്തെ പ്രെയർ മീറ്റിംഗ്സ് ഒക്കെ ആളുകൾ ചെയ്യുവാൻ ഒത്തിരി മടിക്കുമ്പോൾ അതിനുവേണ്ടി ആർത്തിയോടെയും അധ്വാനത്തോടെയും ആകാംക്ഷയോടെയും സമയം ചെലവിട്ട് കർത്താവിന് വേണ്ടിയാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർത്ത് ഇതിൽ പുറകിൽ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസിയെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാവിനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു വിടുതലും അനുഗ്രഹത്തിനും കാരണമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രത്യേക കർത്താവിൻ്റെ ദാസി പറഞ്ഞതുപോലെ ഞങ്ങൾ UK പട്ടണത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ ഹല്ലേലൂയ സഭയോടൊത്തും കർത്താവ് വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാനൊക്കെ കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്നു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാം ഭംഗിയായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നാം ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും ദൈവസന്നിധിയിൽ അതെല്ലാം ഒന്നാണ്. പ്രൈസ് ഗോഡ്. നാം ഈവൻ കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും, ചർച്ചിൽ പോയി ഒരു പായിട്ടാലും, ചർച്ചിൽ പോയി ചേറിട്ടാലും, മേ ബി ഒത്തിരി ഒന്നും പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കും, ഒത്തിരി ഒന്നും പാടാൻ അറിയത്തില്ലായിരിക്കും. പക്ഷേ ഒരു കാര്യം വിശ്വസ്തയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിശ്വസിക്കുക, അതിനുവേണ്ടി കണക്കിടുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നതും നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം ആർത്തിയോടെയും ഹല്ലേലൂയ ആഗ്രഹത്തോടും കൂടെ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അടിയൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കായി നമുക്കടക്കം 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, 1 John chapter 5 verses 3 ഇങ്ങനെ പറയുന്നു: അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയാം. 1 John chapter 5 verses 3 ഇങ്ങനെ പറയുന്നു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരം ഉള്ളവയല്ല. ഈ 1 യോഹന്നാൻ ലേഖനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിന് ജസ്റ്റ് ഒരു രൂപരേഖ തന്നിട്ട് അതിനൊരു മെസ്സേജും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു ഓൾ ടുഗദർ അതിങ്ങനെ പറയുന്നു: 1 ദൈവത്തോടുള്ള കൂട്ടായ്മ, 2 ദൈവത്തിൻ്റെ മക്കൾ, 3 സത്യത്തിൻ്റെ ആത്മാവ്, 4 ദൈവസ്നേഹം, 5 ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ്. ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് 1 John എന്ന് പറയുന്ന ആ ലേഖനം. അവസാനം നാം ചിന്തിച്ചത് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പ് എന്നുള്ളൊരു വിഷയത്തെ കൂടെ നാം ചിന്തിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ നിന്നുള്ളൊരു ഉറപ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രാപിച്ചിട്ട് വേണം ഈ സൂം മീറ്റിൽ നിന്ന് നമ്മൾ ആശീർവാദം പറഞ്ഞ് മടങ്ങി പോകുവാൻ വേണ്ടി. നിങ്ങളിരിക്കുന്ന ഏത് സാഹചര്യമാണെന്നോ ഏത് സിറ്റുവേഷൻ ആണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് നടുവിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനറിയാം. ഏത് പ്രതിസന്ധിയിൽ കൂടാണോ ഒരു ദൈവത്തിന്റെ പൈതൽ കടന്നു പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലത്തെ ആ മെസ്സേജ് നിങ്ങളോട് വ്യക്തിപരമായി തന്നെ ആയിരിക്കും.
ആരുടെയും പേരെടുത്ത് പറയണമെന്ന് ചിലപ്പം കാണത്തില്ല, പക്ഷേ ആ വചനം നിങ്ങളോട് ആണെങ്കിൽ സ്തോത്രം, നിങ്ങൾ അതിനെ ചാടി പിടിച്ചോണം. അതിനെ നിങ്ങൾ തന്നെ ആ വചനം, കർത്താവെ അതെൻ്റെ ജീവിതത്തിന്മേൽ അത് പ്രാക്ടിക്കലായി തന്നെ വെളിപ്പെടുമാറാകണമേ എന്ന് രാത്രി ഞാൻ ആർത്തിയോടെയും ഞാൻ ആകാംക്ഷയോടും ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം രോഗത്തെ രോഗത്തിന്മേൽ ഡെലിവറൻസ് ഉണ്ട്, നിങ്ങളുടെ വിഷയത്തിന്മേൽ ഡെലിവറൻസ് ഉണ്ട്. സ്തോത്രം. പ്രതിസന്ധിയിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഡെലിവറൻസ് ഉള്ള ഒരു രാത്രിയായി മാറുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം കുറിവാക്യം ആരും മറന്നു പോകല്ലേ. 1 John 5:3. ഇനിയും ദൈവത്തിന്റെ കൽപ്പനകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ 2 തരത്തിൽ ഞാനൊന്ന് തിരിക്കട്ടെ. 1, ദൈവം നമ്മോട് കൽപ്പിക്കും, അല്ലെങ്കിൽ ദൈവം എന്നോട് കൽപ്പിക്കും. 2, ദൈവം എനിക്ക് വേണ്ടി കൽപ്പിക്കും. ഐ വിത്ത് മീ, എല്ലാവരും ശ്രദ്ധിക്കണമേ. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം എന്നോട് കൽപ്പിക്കും, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കും. രണ്ടാമത്തെ ഭാഗം, ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിന്മേൽ ആ വചനം അയച്ച് നിങ്ങൾ പറയണം, കർത്താവെ ഇന്ന് രാത്രി ഒരു കൽപ്പന ദൈവം എനിക്ക് വേണ്ടി ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കണമെങ്കിൽ അത് മേ ബി സ്തോത്രം ജോലിയുടെ വിഷയമാകാം, ഫാമിലി വിഷയമാകാം, മക്കൾപരമായിട്ടുള്ള വിഷയങ്ങളാകാം, നാട്ടിലായിരിക്കാം, അത് ഏത് വിഷയമാണോ ഇന്ന് രാത്രിയിൽ ഒരു ദൈവിക കൽപ്പന കർത്താവ് എൻ്റെ വിഷയത്തിന്മേൽ അങ്ങ് ഐക്യമാറാകണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായ ദൈവത്തോട് പറയണം. അപ്പോസ്തല പ്രവർത്തികൾ നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ദൈവമക്കളെ ഇന്നും നിന്നു പോയിട്ടില്ല. അന്യഭാഷ അടയാളം ഇന്നും നിന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികൾ ഇന്നും നിന്നു പോയിട്ടില്ല. പക്ഷേ എന്നും നിലനിൽക്കുന്നത് ഒന്ന് നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനം അത് ഇന്നും എന്നും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. നമുക്കറിയാം, ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്തോത്രം ഈ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു മാതൃക പുരുഷനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന ഒരു പുരുഷൻ. നമുക്ക് ആ വ്യക്തിത്വത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. എലൈജ, ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം എൽജ, അല്ലെങ്കിൽ ഹെബ്രൂവിൽ ഇങ്ങനെ പറയുന്നു എൽ ഗോഡ്, അല്ലെങ്കിൽ യാഹുവേ ഇസ് മൈ ഗോഡ്. അതാണ് ഏലിയാവ് എന്ന വാക്കിന്റെ അർത്ഥം. സ്തോത്രം. നമുക്കറിയാം ഇങ്ങനെ പറയുന്നു. ഇനിയും 1 Kings chapter 17, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പം ഏലിയാവിനെ പറ്റി പെട്ടെന്ന് ഒരു ഇൻട്രഡക്ഷൻ അവിടെ കൊടുത്തിരിക്കും. നമുക്ക് തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ് എന്ന് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ ബൈബിളിനകത്ത് മറ്റ് കഥാപാത്രങ്ങളെ ഒക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ അവരുടെ ജനനത്തെ പറ്റിയും, അല്ലെങ്കിൽ ഇവർ വന്ന സാഹചര്യത്തെ പറ്റിയും എല്ലാം അവിടെ, പക്ഷേ ഈ ഏലിയാവിനെ പറ്റി പറയുമ്പോൾ മാത്രം കൊടുത്തിരിക്കും, പെട്ടെന്നൊരു എൻട്രി അവിടെ കൊടുത്തിരിക്കുകയാണ്, തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബിനായ ഏലിയാവ്. സ്തോത്രം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയും, ഏലിയാവിന്റെ കാലത്ത് വളരെ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഏലിയാവിന്റെ കാലത്ത് 2 തരത്തിലുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു. 1, യഹോവയുടെ നാമത്തിലുള്ള ആരാധന. 2, ബാലിന്റെ നാമത്തിലുള്ള ആരാധന. ഐ വിത്ത് മീ, ഐ തിങ്ക് യു ആർ ലിസണിങ്. എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. 2 ആരാധനകൾ. 1, യഹോവയുടെ നാമത്തിലുള്ള ആരാധന. 2, ബാലിന്റെ നാമത്തിലുള്ള ആരാധന. ഇനിയും ഈ നിയോഗം ലഭിച്ച ഏലിയാവ്, നിയോഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്തോത്രം, ഈ ഇസ്രായേൽ ജനത്തെ വിശ്വാസത്തിൽ നിന്ന് ഒന്ന് കരയേറ്റുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിത്വമായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. 2, ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു നവീകരണ കർത്താവായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ആമീൻ. ഇനിയും ഈ പഴയ നിയമത്തിൽ മലാക്കി പുസ്തകത്തിലേക്ക് വരുമ്പോൾ മലാക്കി 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പം ഇത്രയും ഒരു വ്യക്തിത്വമുള്ള ഏലിയാവ്, ഉടമ്പടിയുള്ള ഏലിയാവ്, ലാസ്റ്റത്തെ കാലസമ്പൂർണതയെ പറ്റി അതിനെപ്പറ്റി പറയുന്ന ഒരു ഏലിയാവിനെ പറ്റി പറയുകയാണ്. ഇനിയും വ്യാജ ആത്മാക്കളെയും അല്ലെങ്കിൽ വ്യാജ മതങ്ങളെയും കള്ളപ്രവാചകന്മാരെയും എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടെയായിരുന്നു ഏലിയാവ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എത്രയും ഇനിയും നിയോഗമുള്ളൊരു വ്യക്തി, ഉടമ്പടിയുള്ള ഒരു വ്യക്തി, ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയുള്ള ഒരു വ്യക്തി, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഒരു രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ദൈവമക്കളെ, സാഹചര്യത്തിന്റെ കീഴിൽ നിന്ന് അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് ഒരു കാര്യത്തെ വിളിച്ച് അതിരത്തിൽ കൂടെ പറയണമെങ്കിൽ വിശ്വസിക്കുക, നമുക്കൊരു നിയോഗം വേണം. സ്തോത്രം. നമുക്കൊരു വിശ്വാസം വേണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നുള്ള ഉറപ്പും കൂടി ഈ രാത്രിയിൽ വേണം.
പ്രൈസ് ഗോഡ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന എന്നെ സൂമിൽ കൂടെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവം ഒരു നിയോഗത്തെ നൽകിയിട്ടുണ്ട്. ആമേൻ. ദൈവം ഒരു വിശ്വസ്തതയെ നൽകിയിട്ടുണ്ട്. സ്തോത്രം. ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വിശ്വസ്തയോടുകൂടെ ചെയ്യുകയാണെങ്കിൽ നീ പറയുന്ന വാക്കിൽ കൂടെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കിൽ അത് അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ പറയുന്ന വാക്കിൽ അധികാരം സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ മേൽ കിടക്കുന്ന വിളിയെ, അല്ലെങ്കിൽ എൻ്റെ മേൽ കിടക്കിരിക്കുന്ന വാട്ട് ഈസ് എ കോളിംഗ്, എൻ്റെ മേൽ കിടന്നിരിക്കുന്ന ആ വിളിയെ എന്താണെന്ന് ഇന്ന് രാത്രിയിൽ ഞാനും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട രാത്രിയാണ്. പ്രൈസ് ഗോഡ്. ഇനിയും നമുക്കറിയാം, സ്തോത്രം, അതിന്റെ 1 രാജാക്കന്മാർ 16-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് അവിടെ വരുമ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: ഒമ്രിയുടെ മകനായ ആഹാബ് ശമര്യയിൽ ഇസ്രായേലിനെ 22 സംവത്സരമാണ്. ഇനി എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ബലിപീഠത്തെ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠയെ ഉണ്ടാക്കിയ ആഹാബിന്റെ ശ്രദ്ധിക്കണമേ, ബലിപീഠത്തെ ഉണ്ടാക്കിയ, അശേര പ്രതിഷ്ഠയെ ഉണ്ടാക്കിയ, ബിംബങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ബിംബങ്ങൾ ഉണ്ടാക്കിയ നടുവിൽ നിന്ന് ഒരു വ്യക്തിത്വം വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുക. ഞാൻ ഓർത്തു, ഏലിയാവേ, അങ്ങേക്ക് ഇത്ര ധൈര്യം എവിടെ നിന്ന് കിട്ടി? അങ്ങ് ചെന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ മുമ്പിലാണല്ലോ. സ്തോത്രം. അങ്ങനെയാണ് ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവവൈദ്യലെ നമ്മൾ മേലുള്ള അധികാരത്തെ ഇന്ന് രാത്രി നാം തിരിച്ചറിയുക തന്നെ വേണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഐ വിത്ത് മീ. എന്നെ കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? നിങ്ങൾ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ആമീൻ. ഏലിയാവിന് കിട്ടിയ ധൈര്യം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചൊരു ധൈര്യം. ആമീൻ. ദൈവസന്നിധിയിൽ അതിൽ മുട്ടുകളെ മടക്കിയിരുന്ന് പ്രാപിച്ചൊരു ധൈര്യം ഏലിയാവിന്റെ മേലുണ്ടായിരുന്നു. ആമീൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇങ്ങനെ പറയും, ഏലിയാവ് ഇങ്ങനെ പറയും, എനിക്കൊരു ദൈവമുണ്ടെന്ന് ഏലിയാവ് പറയും. സ്തോത്രം. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന് കണ്ണ് കാണാം. ആമേൻ. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന് ചെവി കേൾക്കാം. ആമേൻ. ഞാൻ സേവിക്കുന്ന ദൈവം ഒരു കൂടിനകത്തിരിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഏത് രാത്രിയിലും, ആമീൻ, ഏത് പകലിലും പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ദൈവമക്കളെ, അനുഭവത്തിൽ കൂടെ പോയതുകൊണ്ട് ഞാൻ ഈ വചനം വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആമീൻ. നിന്റെ സാഹചര്യം എത്ര വലിയ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ഇന്ന് ചിലപ്പം രാത്രി തോന്നും, കർത്താവേ, ഞാൻ ഒരു നന്മയും പ്രാപിക്കുന്നില്ലല്ലോ, ഞാനൊരു വിടുതലും പ്രാപിക്കുന്നില്ലല്ലോ കർത്താവേ. ഒത്തിരി വാഗ്ദത്തങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ പറക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രവാചകന്മാർ വരുമ്പോഴൊക്കെ എന്നോട് എൻ്റെ തലയെ തൊട്ട് പറഞ്ഞ്, നീ ഇന്ന് അനുഗ്രഹം പ്രാപിക്കും, നീ ഇന്ന് നന്മ പ്രാപിക്കും. സ്തോത്രം. നീ ഇന്നല്ല മറ്റൊരു രാജ്യത്തേക്ക് പോകും. ആമീൻ. ഹല്ലേലൂയ. അല്ല, അടുത്ത മാസം ഒരു വിടുതൽ പ്രാപിക്കും എന്നൊക്കെ ഒരുപാട് വാഗ്ദത്തങ്ങൾ കുമിഞ്ഞു കൂടി എൻ്റെ തലയുടെ മേളിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും പ്രാപിക്കുവാൻ വേണ്ടി കർത്താവേ എനിക്കിന്നും സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുക തന്നെ ചെയ്യും. ആമേൻ. നിങ്ങൾ അതിന് ഉറക്കെ ഒരു ആമീൻ പറയണം. ആമീൻ. ഉറക്കെ ആമീൻ പറയണം. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി, ഹല്ലേലൂയ, എന്നും എന്നേക്കും കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ, ദൈവമക്കളെ, ഞാനും നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നതും നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നതും. Praise God. Praise the mighty name of Jesus. Hallelujah. എന്നിട്ട് എന്ന് പറയുകയാണ്. സ്തോത്രം. ഇനിയും ഈ ഏലിയാവ് ഇത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പം, ഹല്ലേലൂയ, ഗിലെയാദിലെ തിഷ്ബിൽ നിന്ന് ആഹാബിനോട് പറയുകയാണ്. ആഹാബിനോടൊപ്പം ഞാൻ ഇങ്ങനെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ ഏലിയാവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ വചനം, സ്തോത്രം, ശ്രദ്ധിക്കണമേ, ഒരു വ്യക്തിയെ മാത്രമല്ല നടുക്കിയത്, ഇത് ആകാശ മണ്ഡലത്തെ വരെ ചലിപ്പിക്കുവാൻ ഇടയായി. ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലായ ദൈവമക്കളെ, ഏലിയാവിന്റെ വായിൽ നിന്ന് ഈ വചനം പുറപ്പെട്ടപ്പം, ഹല്ലേലൂയ, സൃഷ്ടിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് പോലും അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. ആമീൻ. ഹല്ലേലൂയ. ഏലിയാവിന്റെ വാക്കിന് സൃഷ്ടി അനുസരിച്ചെങ്കിൽ, ആമീൻ, ഏലിയാവിന്റെ വാക്കിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനം അത് ശക്തമായി ആ ദേശത്ത് സഞ്ചരിച്ചെങ്കിൽ, നമ്മളെ സൗദി അറേബ്യയിൽ ദൈവമാക്കിയിരിക്കുമ്പോൾ, നിങ്ങളെ കേരളത്തിലാക്കിയിരിക്കുമ്പോൾ, നമ്മളെ USA-ലാക്കിയിരിക്കുമ്പോൾ, എന്നെ അടിയങ്ങളെ UK പട്ടണത്തിലായിരിക്കുമ്പോൾ, വിശ്വസിക്കുക, പറയുക, ദൈവത്തിന്റെ വചനത്തെ വഹിക്കുന്ന ഒരു തലമുറയായി ദൈവത്തിന് ഇന്നും ഈ രാത്രിയിലും ചിലരെ ആവശ്യമുണ്ട് ദൈവമക്കളെ. Hallelujah. We praise the mighty name of Jesus. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറ, കർത്താവിന്റെ ദാസന് മുമ്പേ വർഷിപ്പിൽ ചെയ്തല്ലോ, പാട്ടിൽ കൂടെ, ഹല്ലേലൂയ, വിശ്വസിക്കുക, പാട്ടിൽ കൂടെ പാട്ട് പാടുമ്പോൾ അനേകർ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഭൂതങ്ങൾ ഓടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക, മരിച്ചവർ ഉയർക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. പനി മാറുന്നത് മാത്രമല്ല ദൈവമക്കളെ സൗഖ്യം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കും, ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കിനും ഓരോ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ
If you are ready to apply the word of God, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അപ്ലൈ ചെയ്യുവാൻ റെഡി ആയിരിക്കുമ്പോൾ വിശ്വസിക്കുക കാലതാമസം കൂടാതെ വണ്ണം നമ്മുടെ വിഷയത്തിന് ദൈവം മറുപടി അയക്കുക തന്നെ ചെയ്യും. എന്നെ ശ്രദ്ധിക്കുന്ന ദേവദാസന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന അഭിഷക്തന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന പാസ്റ്റേഴ്സെ, ഹല്ലേലൂയ വിശ്വാസികളെ, ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. എനിക്കറിയാം എന്നെക്കാളും ശ്രേഷ്ഠന്മാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഐ അപ്രീഷിയേറ്റ് യു, ഹല്ലേലൂയ, ഐ സല്യൂട്ട് യു പാസ്റ്റേഴ്സ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനം അത് ചില ക്രിയകൾ നമ്മുടെ നടുവിൽ ചെയ്തേ മതിയാകൂ. നോർത്ത് ഇന്ത്യയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ. കേരളത്തിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ, സൂമിൽ കൂടെ ആയിരിക്കും നമ്മുടെ പ്രവർത്തനം. പക്ഷെ വിശ്വസിക്കുക, ദൈവത്തോട് കർത്താവേ, ഞങ്ങൾ ഈ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സൗണ്ടിന്റെ വേരിയേഷൻസ് മറ്റുള്ള ഇടത്തേക്ക് കടന്നു പോകുമ്പോൾ, ഇതിന്റെ ഫ്രീക്വൻസി മറ്റുള്ള ഇടത്തേക്ക് കടന്നു പോകുമ്പോൾ, നോർത്ത് ഇന്ത്യൻ ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്റ്റേജിൽ നിന്ന് ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അല്ല, പേഴ്സണൽ പ്രയറിലെല്ലാം ഓരോരുത്തരും മുട്ടുമടക്കുമ്പോൾ വിശ്വസിക്കുക, അത് കാതോർത്ത് കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും സേവിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നതും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് പേടിക്കും. ആമേൻ. നമ്മൾ മുട്ടുമടക്കുമ്പോൾ ചിലത് പേടിക്കും. നമ്മൾ കരയുമ്പോൾ ചിലത് പേടിക്കും. നമ്മൾ കരയുമ്പോൾ ഹല്ലേലൂയ കണ്ണുനീർ വരുമ്പോൾ ചിലത് പേടിക്കും. സ്തോത്രം. ചിലതിനെ ഭയപ്പെടുന്ന രീതിയിലാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മൾ എപ്പോഴും കൈയടിക്കുന്നവരാണല്ലോ. സ്തോത്രം. വിശ്വസിക്കുക, ഈ കൈകൊട്ടിനകത്തും ചിലത് ഭയന്ന് ഓടിപ്പോകും ദൈവമക്കളെ. ഹല്ലേലൂയ. നീ ഉപവസിക്കാൻ വേണ്ടി കാൽ മടക്കുമ്പോൾ, നീ ഉപവസിക്കാൻ വേണ്ടി ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറുമ്പോൾ വിശ്വസിക്കുക, അതിന് എത്ര വലിയ മാറാത്ത വിഷയമാണെങ്കിലും, എത്ര വലിയ കടുങ്കട്ടായ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, തെരുലെന്ന് വാദിക്കുന്ന ദുഷ്ടമന്ത്രവാദ ശക്തികളുണ്ടെങ്കിൽ പറയുക, നോ, അതിനെക്കാട്ടിലും വലിയവനെയാണ് ഈ രാത്രി ഞാൻ സേവിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സൗദി അറേബ്യയുടെ പട്ടണത്തിൽ എന്നും ഇങ്ങനെ അലയടിക്കുന്ന ഒരു വിഷയമാണ് പെൻഡിങ് ഓഫ് ദ സാലറി. ഞാനും അതിലേക്ക് ഉൾപ്പെട്ടവനാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. സാലറി കിട്ടാതെ വർഷങ്ങളും ജോലിയില്ലാതെ വർഷങ്ങളുമായി ഇരുന്നപ്പം, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആമീൻ. ഞാൻ പറയുന്നത് സ്തോത്രം, നന്മ മാത്രം തരുന്ന ദൈവത്തെയല്ല, എന്നും നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു വ്യക്തി. കർത്താവിനറിയാം നമ്മളെ ഓരോരുത്തരും ഏത് രാജ്യത്താക്കണമെന്ന്. ആമേൻ. ദൈവത്തിനറിയാം നമ്മളെ ഓരോരുത്തരും ഏത് ഭവനത്തിനകത്തായിരിക്കണമെന്ന്. ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിനറിയാം നമ്മളെ ഓരോരുത്തരും ഏത് സ്ട്രീറ്റിലാക്കണമെന്ന്, ഏത് ലൊക്കാലിറ്റിയിലാക്കണമെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ദൈവത്തോട് ആരും കംപ്ലൈന്റ് പറയല്ലേ. കർത്താവ്, എന്തിനാണ് എന്റെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്? സ്തോത്രം. എന്തിനാണ് കർത്താവ് ഞാൻ ഇങ്ങനത്തെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് താങ്കളോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. എന്നെ ശബ്ദം ശ്രവിക്കുന്ന താങ്കളോടുള്ള ദൂതാണ്. ദൈവം ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, അവൻ കരുതുന്ന ദൈവമാണ്. ആമേൻ. Hallelujah. Praise the mighty name of Jesus. ഇനിയും ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഈ ഏലിയാവ് ഈ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ആ ദേശം വരെ കിടുങ്ങിക്കാണും. കാരണം ഒരു ന്യായവിധിയുടെ വാക്കാണ് ഏലിയാവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. കാരണം സ്തോത്രം, ഈ ശ്രദ്ധിക്കണമേ, ബാലിന്റെ ആരാധകർ വിശ്വസിച്ചത് മഴയെ നിയന്ത്രിക്കുന്നതും മഞ്ഞിനെ നിയന്ത്രിക്കുന്നതും, സ്തോത്രം, ആ ദേശത്തിന്റെ വിളവിനെ നിയന്ത്രിക്കുന്നതും ബാലിന്റെ ദൈവമാണെന്ന് ഇവർ വിശ്വസിച്ചിരുന്ന അന്ധത പിടിച്ച ഒരു കാലം. ഹല്ലേലൂയ. അങ്ങനെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാണ്ടടാ വരുന്നു അഭിഷേകം പ്രാപിച്ച ഒരുത്തൻ. ദാണ്ടടാ വരുന്നു ദൈവത്തിന്റെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രസൻസ് വഹിക്കുന്ന ഒരുത്തൻ കേറി നിന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും എത്ര വർഷം, 3.5 വർഷത്തേക്ക് ആ ആണ്ട് ദേശത്ത് ക്ഷാമമായിരുന്നു. ആ ദേശത്ത് ക്ഷാമം ക്ഷണത്തിൽ തന്നെ, ഞാൻ ഇങ്ങനെ പറയും, ക്ഷണത്തിൽ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിൽ ക്ഷണത്തിൽ തന്നെ, at the right time. ആമേൻ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് ഈ വചനത്തെ എന്നെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ആമീൻ. വിശ്വസിക്കുക. ജസ്റ്റ് ബൈ ഫെയ്ത്ത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. ഒരു സാധാരണ പൊത്തുവരുത്ത വിശ്വാസമല്ല നമുക്ക് വേണ്ടുന്നത്. വിശ്വസിക്കുക. ഞാൻ പറയുമ്പോൾ ഹല്ലേലൂയ. കാരണം അവിടെ മഹത്വീകരിക്കും ഞാൻ എന്നുള്ള വ്യക്തിത്വത്തെ അല്ല അവിടെ പറയുന്നത്. സ്തോത്രം. എന്നിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, എന്നിൽ കൂടെ അളവറ്റ ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവ് നമ്മൾ മേൽ പകർന്നിരിക്കുകയാണ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഇതിനെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിയേറ്റിവിറ്റി ചെയ്യണം. ഹല്ലേലൂയ. സൺഡേലത്തെ വർഷിപ്പിന് മാത്രമല്ല, മ്യൂസിക് കേൾക്കുമ്പോൾ മാത്രമല്ല കയ്യടിയും ആരാധനയും. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ പ്രയർ വേണം. സ്തോത്രം. ഹല്ലേലൂയ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, ഈ ഓരോ ദിവസം നമുക്ക് പേഴ്സണൽ പ്രയർ വേണം. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇടയ്ക്ക് മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. കണ്ണുനീരൊഴുക്കണം. ഉപവസിക്കാൻ പറ്റുമെങ്കിൽ ഉപവസിക്കണം. നല്ലതുപോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ പറ്റും. എന്റെ കർത്താവേ എന്ന് നിലവിളിക്കാൻ പറ്റുമെങ്കിൽ നാം ഓരോരുത്തരും നിലവിളിക്കണം. കാരണം കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരിഞ്ഞൊരു ദൈവത്തെ നാം ഓരോരുത്തരും
സേവിക്കുന്നതും ഓരോരുത്തരും ആരാധിക്കുന്നതും. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത് തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ അധികാരത്തിന്റെ വാക്കുകൾ നിമിത്തം അവിടെ സ്തോത്രം എന്തായിരുന്നു? പ്രകൃതി തന്നെ അനുസരിച്ചു. ഇനിയും ദൈവത്തിന്റെ കൽപ്പന, മുമ്പേ ആരും ഈ വാക്യം മറന്നു പോകരുത്. ദൈവത്തിന്റെ കൽപ്പന ഏലിയാവിന് വേണ്ടി രണ്ട് തരത്തിൽ. ഒന്ന്, സ്തോത്രം, ദൈവം കാക്കയോട് കൽപ്പിച്ചു. രണ്ട്, നമുക്കെല്ലാവർക്കും അറിയുന്ന ഭാഗമാ. രണ്ട്, ദൈവം വിധവയോട് കൽപ്പിച്ചു. ഒന്ന് മറന്നു പോകല്ലേ, കാക്ക. രണ്ട്, വിധവ. ഈ കാക്കയും വിധവയും എടുത്ത് നോക്കി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു ചിന്ത നമുക്കറിയാം. അത് ഞാൻ പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ഒന്ന്, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17:4 അവിടെയാണ് കൊടുത്തിരിക്കുന്നത്, കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അതിന് 9ാമത്തെ വാക്യം കൊടുത്തിരിക്കുന്നു, ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇനിയും ഹല്ലേലൂയ. അടുത്ത് നമുക്ക് ഈ അതിൽ പറഞ്ഞു, കിരീത്തിൽ ചെന്ന് പാർക്ക. കാക്കയുടെ ജോലി രാവിലെ വന്ന് തനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ആമീൻ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അപ്പവും ഇറച്ചിയും. ആമീൻ. എന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സെയിം ആയിരിക്കാം. പക്ഷേ ആമീൻ, ഹല്ലേലൂയ, കാക്കയോട് ഏലിയാവ് ചോദിച്ചില്ല. കാക്കയെ മാത്രമേ കിട്ടിയുള്ളൂ ദൈവമെന്ന് ഏലിയാവ് ചോദിച്ചില്ല. ഹല്ലേലൂയ. ഉള്ളത് കൊണ്ട് താൻ തന്റെ സാഹചര്യത്തിൽ തൃപ്തിപ്പെട്ടു. ഇത് ചെറുള്ള ദൂതാണ്. ആമീൻ, ഹല്ലേലൂയ. എപ്പോഴും സെയിം സിറ്റുവേഷൻ ലഭിക്കുമ്പോൾ ദൈവത്തോട് കംപ്ലൈന്റ് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കും. ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങ് തന്നതിനായി സ്തോത്രം. ഇങ്ങനെ ഒരു ദൈവമക്കളുടെ പ്രത്യേകത. ആമീൻ. ഒരു ദൈവകുഞ്ഞിന്റെ പ്രത്യേകത, അവൻ ഇല്ലായ്മയിലും ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കും. ആമീൻ. ഉള്ളപ്പോഴും ആമീൻ, ഒരു ലൈഫ് സ്റ്റൈൽ ബാലൻസ് കുറഞ്ഞാലും കൂടിയാലും ആമീൻ, അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആമീൻ തന്റെ ഭക്തനും തന്റെ ഭക്തയ്ക്കും നല്ലതുപോലെ അറിയാം ദൈവമക്കളെ. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയും, ഏലിയാവിന്റെ വയറ് നിറയാനുള്ളത് കാക്കയുടെ വായ്ക്കകത്തുണ്ടായിരുന്നു. നമുക്കറിയാം, എല്ലാവരും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാക്കയുടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം, നമുക്കൊരു മനുഷ്യന്റെ വയറ് അവൻ എത്രത്തോളം കഴിച്ചാൽ വയറ് നിറയും നമുക്കറിയാം. അപ്പൊ ഏലിയാവിന്റെ ആ കാക്ക കൊണ്ടുവന്ന് കൊടുത്ത് ഇത്രയായിരിക്കാം. അപ്പൊ എന്നെ അത്രയും ആ കൊച്ചു ചുണ്ടിനകത്ത് ഒതുങ്ങിയിരുന്ന സാധനം കൊണ്ട് ഏലിയാവിന്റെ വയറ് നിറഞ്ഞ് കാണുമോ? ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ പറയട്ടെ, ദൈവം ഒരു പ്രൊവിഷൻ നമുക്ക് വേണ്ടി അയച്ചാൽ അതിനകത്ത് വയറ് നിറയുക തന്നെ ചെയ്യും. ആമേൻ. അതിന് നമ്മൾ ആമീൻ പറയണം. സ്തോത്രം. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നാം ഓർക്കും ചില കർത്താവെ അങ്ങ് തന്നത് ചെറുതാണല്ലോ. ദൈവമക്കളെ, ആ ചെറുതിനകത്തും നമ്മളെ പോറ്റുവാനും നമ്മളെ പുലർത്തുവാനും ഉള്ള കരുത്ത് അതെന്റെ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഞാൻ പറയട്ടെ, ആമേൻ, ഏലിയാവ് ദൈവത്തിന്റെ ഭാരം വഹിച്ചത് കൊണ്ട് ഏലിയാവിന്റെ ഭാരവും ദൈവം വഹിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏലിയാവ് ദൈവത്തിന്റെ ഭാരം ദൈവത്തിന്റെ മനസ്സിന് വഹിച്ചത് കൊണ്ട് കാരണം ഇസ്രായേൽ ജനം അങ്ങനെ പോകുവാനുള്ള ജീവിതമല്ലായിരുന്നു. ഇസ്രായേൽ ജനം അങ്ങനെ പോയപ്പോൾ ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഏലിയാവിന്റെ ഭാരത്തെ ദൈവം വഹിച്ചെങ്കിൽ ഇന്ന് രാത്രിയിലും ഈ വചനം കേൾക്കുന്ന നമ്മുടെ ഒരു ഭാരവും കർത്താവ് വഹിക്കുക തന്നെ. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 68 19ാമത്തെ വാക്യം 20ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മളുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണല്ലോ. മരണത്തിൽ നീക്കിപ്പോക്കുവാൻ കർത്താവായ യഹോവയ്ക്കുള്ളത്. ഈ വാക്യം സ്തോത്രം, എനിക്കറിയത്തില്ല ഇത് ആരോടുള്ളത്, പക്ഷെ ചിലരോട് ഈ വാക്യത്തെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. ദൈവത്തിന്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു, മരണത്തിന്റെ നീക്കിപ്പോക്കുകൾ, ഹല്ലേലൂയ, അത് കർത്താവായ യഹോവയ്ക്ക് ഉള്ളത് തന്നെ. ഈ രാത്രിയിൽ ആരെങ്കിലും മരണത്തെ ഭയപ്പെടുന്ന വ്യക്തിത്വം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, എനിക്ക് രോഗം വരും, എനിക്ക് അടുത്ത നിമിഷം ബ്ലഡ് പ്രഷർ കുറയും, എനിക്ക് ഷുഗർ ലെവൽ അങ്ങനെ ആകും, ഹല്ലേലൂയ, കർത്താവ് രോഗിയായി ഞാൻ അടിമപ്പെട്ടു പോകുമോ എന്ന് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇന്ന് നമ്മളോടുള്ള ദൂതാണ്, ഇത് താങ്കളോടുള്ള ദൂതാണ്. മരണത്തിന്റെ നീക്കുപോക്കുകൾ അതെന്റെ ദൈവത്തിനുള്ളവയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ രക്ഷ പ്രാപിക്കുമോ? സ്തോത്രം. ഞാൻ ജോലിയിൽ സ്റ്റക്കപ്പായി പോകുമോ? എനിക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുവാൻ പറ്റുമോ? ഞാനിവിടെ ഈ രാജ്യത്ത് കുടുങ്ങി പോകുമോ? എന്റെ സാലറി പെൻഡിങ് ആവുമോ? ഹല്ലേലൂയ. എനിക്കൊരു സ്വസ്ഥതയില്ലല്ലോ, എനിക്കൊരു സമാധാനമില്ലല്ലോ എന്ന് കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇത് താങ്കളെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്. താങ്കളെ ഹല്ലേലൂയ ഒന്നുകൂടെ ആനന്ദത്തിലേക്ക് കയറ്റുന്ന ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കുക. നമ്മുടെ രക്ഷയായി നമ്മുടെ എന്നുള്ള വാക്ക് മാറ്റി ഇങ്ങനെ പറയണം, എന്റെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും എന്റെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി നമുക്കതിലേക്കൊന്ന് കടന്നു വരാം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17:7 അതിങ്ങനെ പറയുന്നത്, എന്നാൽ ദേശത്ത് മഴ പെയ്യുകയാൽ തോട് വറ്റിപ്പോയി. എന്നാൽ ദേശത്ത് മഴ പെയ്യുകയാൽ തോട് വറ്റിപ്പോയി. സ്തോത്രം. ദൈവമക്കളെ, ഇത് ശ്രദ്ധിക്കണം. എപ്പം തോട് വറ്റിയോ, എപ്പം ഒരു വിടുതൽ അവസാനിച്ചോ, അടുത്ത വാതിൽ ദൈവം തുറന്നിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കാരണം
അനുഭവമുള്ളതുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറ, ലാസ്റ്റ് മൊമെന്റിലും ദൈവം പ്രവർത്തിക്കും. നമ്മൾ ചിന്തിച്ചേക്കും, കർത്താവേ ലാസ്റ്റ് മൊമെന്റ് ആയല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ അപ്പ, ഒന്നും ഇല്ലല്ലോ, വിശ്വസിക്കുക. ഇങ്ങനെ പറയും, നൂലെ കെട്ടി എൻ്റെ ദൈവം ഇറക്കി തരും. ഹല്ലേലൂയ. ഇത് പറയുമ്പം എൻ്റെ ചങ്ക് പിടയുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം അത്ര ബോധ്യത്തോടെ ധൈര്യത്തോടെ ഞാൻ വിളിച്ച് പറ, ദൈവമക്കളെ, ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ചോദിച്ചാൽ ഹി വിൽ ഡു ദാറ്റ്. ഹി വിൽ ഡു ദാറ്റ്. അവൻ ചെയ്തിരിക്കും. അവൻ ഇമ്മാനുവേലാണ്. ഹി വിൽ ഡു ദാറ്റ്. അവൻ ചെയ്തിരിക്കും. സ്തോത്രം. അടുത്ത ദൈവത്തിന്റെ കൽപ്പന. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് ഒരു വഴിയും കൂടെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ചുമ്മാതെ കർത്താവ് ഒരു കാര്യം കൽപ്പന ദൈവസന്നിധിയിൽ ദൈവം പുറപ്പെടുവിക്കത്തില്ല. ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് ഒരു വഴിയും കൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ഇനിയും അതിന്റെ 17 സ്തോത്രം, അതിന്റെ 9 വാക്യം. ഇനിയും വളരെ ശ്രദ്ധിക്കണമേ. ദൈവം കർത്താവ് യഹോവയായ ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് സിദോനോട് ചേർന്നുള്ള സറാഫാത്തിലേക്ക് ചെന്ന് അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഈ സീദോൻ എന്ന് പറയുന്ന സ്ഥലം, സീദോൻ എന്ന് പറയുന്ന ഇസബേലിന്റെ ബർത്ത് പ്ലേസ്, ദാറ്റ് വാസ് എ ബർത്ത് പ്ലേസ് ഓഫ് ഇസബേൽ. ഇസബേലിന്റെ ജനന സ്ഥലമായിരുന്നു സീദോൻ എന്ന് പറയുന്നത്. ഇനി ഈ സറാഫാത്ത് വാട്ട് ഇസ് സറാഫാത്ത്? സറാഫാത്ത് എന്ന് പറയുന്ന സ്തോത്രം ഈ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയ സ്ഥലമായിരുന്നു സറാഫാത്ത്. ദാറ്റ് വാസ് മെയ്ഡ് ഫ്രം ഗോൾഡ്. സ്വർണത്തിൽ നിന്നും അതിനെ എന്തായിരുന്നു രൂപീകരിച്ചെടുത്ത ഒരു സ്ഥലമായിരുന്നു സറാഫാത്ത് എന്ന് പറയുന്നത്. അപ്പോ ദൈവം തന്നോട് ഭക്തനോട് പറഞ്ഞത്, നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്ന സ്ഥലത്ത്. എന്നിട്ടും ഏലിയാവ് ചോദിച്ചില്ല, കർത്താവേ ഇത്ര ദൂരത്തേക്ക്, ദൂരം നിങ്ങൾക്ക് അറിയണോ ദൈവമക്കളെ? കെരീത്തിൽ നിന്നും സറാഫാത്തിലേക്ക് മൈൽ കണക്ക് പറയുകയാണെങ്കിൽ 85 to 100 മൈൽസ് എന്ന് വെച്ചാൽ നമ്മുടെ കിലോമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 136.7 136.7 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു കെരീതിൽ നിന്ന് സറാഫാത്തിലേക്ക് നടക്കുവാൻ വേണ്ടി. എനിക്കറിയത്തില്ല ഏലിയാവിന് ദൂരം അറിയായിരുന്നു എന്ന്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, താൻ കേട്ട വാക്കിൽ താൻ അങ്ങനെ തന്നെ വിശ്വസിച്ചു. അന്ന് ഇന്നത്തെ പോലെ ഹല്ലേലൂയ കാറും ബാക്കി മോട്ടോർ ബൈക്കും സ്കൂട്ടറും ഒന്നും ഇല്ല. ഹല്ലേലൂയ ഒറ്റൊരു വണ്ടി മാത്രമേ ഉള്ളൂ. നടക്കുക, ദൈവത്തിന്റെ വാക്ക് കേട്ട് നടക്കുക, ദൂരത്തോളം നടക്കുക. അതിന് എത്ര വലിയ പരാജയത്തിലേക്കാണെങ്കിൽ വിശ്വസിക്കുക, അത് എൻഡ് ഓഫ് ദി ഡേ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വിജയം തന്നെ ആയിരിക്കും. പ്രൈസ് ഗോഡ്. നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയും എന്തുകൊണ്ടായിരിക്കാം ഈ ഏലിയാവിന് ഇങ്ങനെ ഈ ദൈവത്തിന്റെ വാക്ക് ഇങ്ങനെ അനുസരിക്കാൻ? നാം പലപ്പോഴും പറയല്ലേ, ഇടയ്ക്കൊക്കെ ദൈവം നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിരിക്കും, അങ്ങനെ ഒന്ന് ഇരിക്കാമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ 100 ചോദ്യം നാം ദൈവത്തോട് ചോദിക്കും. കർത്താവെ അങ്ങനെ വേണം, നാം നാം ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി പോകും. ദൈവത്തെ ആരും പഠിപ്പിക്കരുത്. ദൈവത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കർത്താവിന് അറിയാം. ആമേൻ. ഇനിയും എന്തായിരുന്നു? ദൈവിക കൽപ്പനയോടുള്ള തന്റെ സ്നേഹം, ദൈവിക കൽപ്പനയോടുള്ള തന്റെ ബഹുമാനം, ദൈവിക കൽപ്പനയോടുള്ള തന്റെ ആദരവ്, ഇതെല്ലാം കൂടെ കോർത്തിണക്കുമ്പോഴാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വിശ്വസ്തൻ എന്ന് ദൈവം കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 25 വാക്യത്തിലേക്ക് അവിടെ വരുമ്പം നമുക്കറിയാം, വാക്യം ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 6 മാസവും എന്തായിരുന്നു അടഞ്ഞിട്ട് ശ്രദ്ധിക്കണം, ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിട്ടും ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിട്ടും ആ സ്പെസിഫിക് വീട്ടിലേക്കാണ് ദൈവം ഏലിയാവിനെ അയച്ചത്. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന് സ്പെസിഫിക് ആയിട്ട് അറിയാം. He know you personally. അവന് വ്യക്തിപരമായിട്ട് നമ്മളെ ഓരോരുത്തരെ അറിയാം. മറ്റ് പല വിധവകളുടെ വീട്ടിലേക്കല്ല ഏലിയാവിനെ വിട്ടത്. ഏലിയാവിനെ വിട്ടത് ഏത് വീട്ടിൽ വിടുതൽ പ്രാപിക്കണമോ, ഏത് വീട്ടിലാണോ സ്തോത്രം എന്തിനാണോ കുറവുള്ളത്, ആ കുറവിനെ പരിഹരിക്കുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ പ്രവാചകനെ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ദേശത്തേക്ക് ദൈവം അയച്ചത്. പ്രൈസ് ഗോഡ്. അങ്ങനെ അപ്പം ഇത് ചിന്തിച്ചു വരുമ്പോൾ വേറൊരു കാര്യം അവിടെ വളരെ രസകരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഏലിയാവിനോട് കൽപ്പിച്ച അതേ ടൈമിൽ തന്നെ ഈ വിധവയോടും കൽപ്പന ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഈ വിധവയോട് പറഞ്ഞു, വേണ്ട ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ വേണ്ടി കരുതിക്കൊള്ളണം എന്ന് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയ വിധവയായിരുന്നു ഈ വിധവയും കൂടെ. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക, ട്രാവലിംഗ് വിത്ത് ഗോഡ്സ് ഐഡന്റിറ്റി. 2, വാക്കിംഗ് വിത്ത് ഗോഡ് ഐഡന്റിറ്റി. 3, സ്പീക്കിംഗ് വിത്ത് ഗോഡ്സ് ഐഡന്റിറ്റി. മറന്നു പോകല്ലേ. ട്രാവലിംഗ് വിത്ത് ഗോഡ്സ് ഐഡന്റിറ്റി, ദൈവത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി. 2, വാക്കിംഗ് നടക്കുമ്പോൾ ദൈവത്തിന്റെ ഐഡന്റിറ്റി. 3, സ്പീക്കിംഗ് വിത്ത് ഗോഡ്സ് ഐഡന്റിറ്റി.
ആമേൻ. ഇത് മൂന്നും കൂടെ സ്തോത്രം ദൈവമക്കൾ ഇന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം, ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം, ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തെ ആണല്ലോ ഞാൻ വഹിക്കുന്നത് എന്നുള്ളൊരു ബോധവും ഈ രാത്രിയിൽ നമ്മളിൽ വ്യാപരിച്ചേ മതിയാകൂ. ആമേൻ. ഹല്ലേലൂയ. കാരണം ഇതിന്റെ പ്രസക്തി, ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇന്ന് കുറഞ്ഞു പോകുമ്പോൾ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറച്ച് കളയുന്ന വ്യക്തിത്വത്തെ അല്ല ദൈവത്തിന് വേണ്ടുന്നത്. സ്തോത്രം. ഇതിനെ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തി ആമേൻ. എന്റെ ദൈവത്തെ എവിടൊക്കെ ഉയർത്താമോ, എന്റെ കർത്താവിനെ ഏത് രാജ്യത്തൊക്കെ ഉയർത്താമോ, അത് ഏത് സാഹചര്യത്തിൽ കൂടി ഉയർത്താമോ, അവിടൊക്കെ എന്റെ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇനി നമുക്കറിയാം ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആ കുട്ടി എന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ശ്രദ്ധിക്കണമേ, ഒരേ ഭവനത്തിൽ വിടുതൽ നടന്നു, ഒരേ ഭവനത്തിൽ അപ്പം വന്നു, ഒരേ ഭവനത്തിൽ എണ്ണ നിറഞ്ഞു. ആ സെയിം സാഹചര്യത്തിലല്ല ദൈവമക്കളെ മരണവും സംഭവിച്ചത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? അനുഗ്രഹം വന്ന അതേ സമയത്ത് തന്നെയല്ലേ ഒരു ഭവനത്തിൽ ഈ രോഗം മൂർച്ഛിച്ചത്? അതേ സമയത്തിലല്ലേ മരണം സംഭവിച്ചത്? ആമേൻ. സാരം ഇങ്ങനെ ഇത്ര മാത്രമേ ഉള്ളൂ. സ്തോത്രം. ദൈവിക വഴികൾ കാത്ത്, ദൈവിക പാതയിൽ ഇടുക്കവും ഞെരുക്കവും എല്ലാം ഉണ്ട്. അതെന്നും അനുഗ്രഹം വിശാലത മാത്രമായിരിക്കും. അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ ഇടുക്കമാണ് സ്വർഗത്തിന്റെ വാതിൽ. പക്ഷെ അതിലേക്ക് കടക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രയത്നിക്കുന്ന പ്രയത്നഫലമാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. പ്രൈസ് ദി മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിക്കാം, ദൈവമേ ഹല്ലേലൂയ, എന്നും രോഗമാണല്ലോ, എന്നും ദുഃഖമാണല്ലോ, എന്നും വിഷമമാണല്ലോ, എന്നും കുടുംബത്തിൽ പ്രശ്നമാണല്ലോ, എൻ്റെ മക്കൾക്ക് എന്നും രോഗമാണല്ലോ. എന്നും കർത്താവേ ഞങ്ങൾക്കൊരു ദാരിദ്ര്യമാണല്ലോ, എന്നും ഞങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് താങ്കളോടുള്ള ദൂതാണ്. സ്തോത്രം. ഇതെല്ലാം കാണുന്ന ഒരു കണ്ണ് നമുക്കുണ്ട് ദൈവമക്കളെ. ആമേൻ. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ പറഞ്ഞത്, സ്വപ്നം കാണുമ്പോൾ വാതിലുകളും തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഇത് എടുക്കാൻ വന്നില്ല, പക്ഷെ സ്വപ്നം കണ്ടപ്പോൾ ഹല്ലേലൂയ സ്വന്തം സഹോദരന്മാർ വരെ എന്തായിരുന്നു, തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു, തന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, തന്നെ ഈ ലോകത്തിൽ തന്നെ എന്തായിരുന്നു, സ്തോത്രം, വില പറഞ്ഞ് മാറ്റി എഴുതിയപ്പോൾ തനിക്ക് വില കൊടുത്തൊരു ദൈവമുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കുമ്പോൾ ഒരുക്കുന്നത്. ഒന്ന്, ദൈവിക കൽപ്പനയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവിക കൽപ്പനയ്ക്കകത്ത് ഒന്ന് വഴിയുണ്ട്, ദൈവിക കൽപ്പനയ്ക്കകത്ത് ഉദാഹരണമുണ്ട്, മഹത്വമുണ്ട്, തേജസ്സുണ്ട്, മാന്യതയുണ്ട്, വീണ്ടെടുപ്പുണ്ട്, രക്ഷ, ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി മൈറ്റി നെയിം ഓഫ് ജീസസ്. അടുത്ത് ദൈവം നമ്മളോട് കൽപ്പിക്കും. ഫസ്റ്റ് ജോൺ, അത് നമ്മൾ വായിച്ച 1 യോഹന്നാൻ 5:3 വാക്യം. ഇനി അവിടെ വേറൊരു പ്രമാണിമാർ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, ഏറ്റവും വലിയ കൽപ്പന എന്താണ്? കാരണം ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത പോലെ നമുക്കിതൊന്നും മനസ്സിലാകത്തുള്ളൂ. ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് അവർ ചോദിക്കുന്ന ഒരു പദമാണ്. പരീക്ഷന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ, ആ വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കും, അവരിൽ ഒരു വൈദികൻ ഇങ്ങനെ അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഈ വൈദികൻ എന്ന് പറയുമ്പോൾ ആരാണ് ചോദിച്ചത്? അവിടെ കൊടുത്തിരിക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു വൈദികൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മോശയുടെ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അരച്ചു കുടിക്കിരിക്കുന്ന എന്ന് വെച്ചാൽ ബൈബിൾ ഫുൾ അറിയാവുന്ന ഒരു വൈദികരായിരുന്നു ദൈവത്തോട് ചോദിച്ചത്. എന്തായിരുന്നു അവനെ പരീക്ഷിച്ച് ചോദിച്ച ചോദ്യം. അതിന് കർത്താവായ യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഈ 3 കൽപ്പനയാണ് കൊടുത്തത്. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. രണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ ഇത്രയും കൽപ്പനയാണ്, സ്തോത്രം, ദൈവം അവരോട് കൈമാറി. എന്ന് വെച്ചാൽ ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നത്, ദൈവകൽപ്പന എങ്ങനെ ഒരു വ്യക്തി പ്രമാണിക്കും എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടെ. ഇറ്റ്സ് ഓൺലി ബൈ ഫെയ്ത്ത് that you can just believe the word of God. ഇനിയും ദൈവത്തിന്റെ വചനം ഇവിടെ നിന്ന് എത്ര ദൈവദാസന്മാർ വിളിച്ച് പറഞ്ഞാലും നിങ്ങൾ അതിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് നൾ, ഇറ്റ്സ് ഗോയിങ് ടു വേസ്റ്റ് എ ടൈം.
അത് നമ്മൾ ഓരോരുത്തരെയും സമയം വെറുതെ പോകാമെന്ന് മാത്രം. പക്ഷേ കേൾക്കുന്ന ഓരോ വചനവും എൻ്റെ ജീവിതത്തിൽ അതേത് മണ്ഡലങ്ങളായിക്കോട്ടെ, ആമീൻ, ഹല്ലേലൂയ. കർത്താവെ, ആ പാട്ടുകാരൻ പാടിയതുപോലെ സ്തോത്രം, പ്രവാഹം എൻ്റെ മേൽ, പ്രവാഹം എന്മേൽ. ആമീൻ. ഇന്നും ആ പ്രവാഹം നിന്നു പോയിട്ടില്ല, ഇന്നും ആ പ്രവാഹം ഉണ്ട്, അത് ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വാസം തരുന്ന അത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5:13 ആ വാക്യം വേണമെങ്കിൽ നമുക്ക്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിലേക്ക് ഒന്ന് തുറന്ന ആ വാക്യം നമുക്കൊന്ന്, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5:17. അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഉറപ്പ് എന്താണ് ചോദിച്ചത്? നിത്യ ജീവൻ. അങ്ങനെയല്ല വാക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5:17 അവിടെ കൊടുത്തിരിക്കുന്ന നിത്യ ജീവൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇനിയും 1 യോഹന്നാൻ 5:10 ഇങ്ങനെ പറയും, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരു സാക്ഷ്യമുണ്ട്. മറന്നു പോകല്ലേ, ഇതൊന്നും നിങ്ങൾ ആരും മറന്നു പോകല്ലേ. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഒരു സാക്ഷ്യം, there is a testimony for him. ആ സാക്ഷ്യം എന്താണ്? അതാണ് 5:13 നമ്മൾ വായിച്ചത്, ഇറ്റേണൽ ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഇറ്റേണൽ ലൈഫ്. ഇനിയും സാക്ഷ്യം പറയുന്നവർ മൂവറുണ്ട്. ജോൺ 5:7 വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു. 1 യോഹന്നാൻ 5:7 ഇങ്ങനെ പറയുന്നു, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. പിതാവ്, വചനം, അത് ഐ തിങ്ക് യു ഹാവ് സീൻ ദാറ്റ്. പിതാവ്, വചനം, പരിശുദ്ധ. ഇനിയും ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ മൂവർ. 1 ആത്മാവ്, ജലം, രക്തം. ആമേൻ. ഇത് മറന്നു പോകല്ലേ. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഭൂമിയിൽ സാക്ഷ്യം പറയുന്നത് ആത്മാവ്, ജലം, രക്തം. എന്ന് വെച്ചാൽ സ്തോത്രം, നാം സ്നാനപ്പെട്ട് എന്തായിരുന്നു സ്തോത്രം, വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ സാക്ഷ്യം പറഞ്ഞൊരു ദൈവമുണ്ട്. അതല്ലേ കർത്താവ് യേശു സ്നാനപ്പെട്ടപ്പോൾ സ്തോത്രം, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പ്രാവ് ഇങ്ങനെ ഇറങ്ങി വന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, അങ്ങനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്നാനത്തിനകത്തും ശക്തിയുണ്ട് ദൈവമക്കൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ആമീൻ. നാം സ്നാനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുമ്പോൾ എന്നെ സാക്ഷീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇത് മൂന്നും കൂടെ ഒന്നിക്കുമ്പോഴാണ് 3 in 1. ഇത് മൂന്നും കൂടെ ഒന്നിക്കുമ്പോഴാണ് സ്തോത്രം, ഞാൻ പറഞ്ഞ ഏക സത്യ ദൈവം മാത്രമേ ഉള്ളൂ. പിതാവും പുത്രനും, എന്തായിരുന്നു പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുമ്പോൾ നാം പറയുമല്ലോ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്തോത്രം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടെ ഒന്നിച്ചാൽ മാത്രമേ പൂർണ്ണതയാകത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നാം പിതാവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. നോ, യു ആർ അൺകംപ്ലീറ്റ്. സ്തോത്രം. പുത്രനിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. സ്റ്റിൽ യു ആർ ഇൻകംപ്ലീറ്റ്. പരിശുദ്ധാത്മാവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. യു ആർ സ്റ്റിൽ ഇൻകംപ്ലീറ്റ്. ബട്ട് ഇഫ് യു ആർ ബിലീവിംഗ് ഓൾ ദ 3, പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, ഈ ശബ്ദത്തെ കേൾക്കുന്ന താങ്കളോടുള്ള പറയുന്ന സ്തോത്രം, പൂർണ്ണ ദൈവത്തിൽ വിശ്വസിക്കുക. എന്റെ യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. ആമേൻ. സ്തോത്രം. യേശുവിന്റെ വരവെങ്കിൽ അതിനുവേണ്ടി വഴിയൊരുക്കിയ വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ സ്നാപകൻ. Praise God. Hallelujah. Matthew chapter 3:11. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ഒരാൾ ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കി. അതായിരുന്നു സ്തോത്രം യോഹന്നാൻ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കുവാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന പല പട്ടണങ്ങളിലും പല രാജ്യങ്ങളിലും ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികളാണ് സ്തോത്രം എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നാം നോക്കുമ്പോൾ മേ ബി ഒത്തിരി വിശ്വാസികൾ, അല്ലെങ്കിൽ ഒത്തിരി ക്രൈസ്തവരുള്ള രാജ്യത്തായിരിക്കാം നാം നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതിന്റെ നടുവിലും ഹല്ലേലൂയ, നിരന്തരം വിളക്കെന്നും കത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. സ്തോത്രം. ദൈവം കയ്യിൽ തന്നിരിക്കുന്ന ഹല്ലേലൂയ, തീയിന്റെ അമ്പ് ഒരിക്കലും കെട്ടുപോകരുത് ദൈവമക്കളെ. സ്തോത്രം. പ്രാർത്ഥന എന്ന ധൂപം ഒരിക്കലും കെട്ടുപോകരുത്. ആമീൻ. എത്ര ക്ഷീണമാണെങ്കിലും സ്തോത്രം, എത്ര ടയർഡ്നെസ് ആണെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ കിടന്നുറങ്ങാവൂ. ആമേൻ. Praise God. Hallelujah. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എത്ര ക്ഷീണമാണെങ്കിലും, ആമീൻ, എത്ര ടയർഡ്നെസ് ആണെങ്കിലും, എത്ര ട്രാവൽ ചെയ്താണ് വന്നിരിക്കുന്നത്, ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ആമീൻ. കർത്താവേ, അങ്ങ് കഴിഞ്ഞൊരു പകൽ മുഴുവനും അടിയനെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. ആമീൻ. ജോലിയിൽ കർത്താവെ അപകടങ്ങൾ വരാമായിരുന്നു. ആമീൻ. ഞാൻ ജോലി ചെയ്യുന്ന നഴ്സിംഗ് ഹോമിൽ കർത്താവെ ചിലപ്പം ഹല്ലേലൂയ മിസ്റ്റേക്കുകൾ എന്റെ കരം കൊണ്ട് വരാമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പലതും കർത്താവെ എന്റെ ബുദ്ധിക്കൊത്തല്ല ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പക്ഷേ എന്റെ കരത്തെ ബലപ്പെടുത്തുന്ന ദൈവമേ, അങ്ങേക്ക് 100 നന്ദി കർത്താവേ.
എന്റെ മിടുക്ക് കൊണ്ടല്ല ദൈവമക്കളെ നാം ഓരോരുത്തരും ഡ്രൈവ് ചെയ്ത് പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നാം ഡ്രൈവ് ചെയ്ത് പോകുന്നതിന്റെ കാരണം ഇടത്തും വടത്തും കാവലായി ഒരാൾ ഇന്നും എന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ 92 സങ്കീർത്തനം പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക്, എന്നും തന്റെ തൂവലിനെ കൊണ്ട് മറക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ എന്നും പരിചയം പലയും തന്നെ ആയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി മൈറ്റി നെയിം ഓഫ് ജീസസ്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരല്ലേ, കർത്താവേ ഞാൻ കാരണം നോ, ഞാനില്ല. ദൈവമക്കളെ, നമ്മളില്ലെങ്കിലും പല കാര്യങ്ങളും നടക്കുമെന്ന്. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മളെ ഒരു പോസ്റ്റിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ് സോ ടൈറ്റ്ലി. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഭംഗിയോടെ ചെയ്യുന്ന ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. കാരണം വിശ്വസ്തരെ ദൈവം ഇന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തരായിരുന്ന പലരും അവിശ്വസ്തരായി മാറുമ്പോൾ എന്റെ ദൈവത്തിന് ഒരു കാര്യം ഇന്ന് രാത്രിയിൽ നമ്മളോട് ഓരോരുത്തരും പറയുവാനുണ്ട്. ഞാൻ ചില വിശ്വസ്തരെ ഈ രാത്രിയിൽ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നടക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോൾ എന്റെ കാതുകളിൽ കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ആ ശബ്ദം, മകനെ, ഹല്ലേലൂയ, മകനെ അല്ലെങ്കിൽ മകളെ, അങ്ങോട്ട് പോകരുത്, നീ ഇങ്ങോട്ട് പോ. കാരണം എന്താണ് ദൈവമക്കളെ, പല ആക്സിഡന്റും ഹല്ലേലൂയ, പല ആക്സിഡന്റും എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മളെ വഴിവിട്ട് മാറി പോകുന്നത് മുമ്പേ അവൻ തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയും, സ്തോത്രം, എന്റെ കുഞ്ഞ് ആ വഴി വരുന്നുണ്ടടാ, മാറിക്കോ ദുഷ്ടനെ എന്ന് പറയുമ്പോഴാണ് ഹല്ലേലൂയ നിന്റെ മുമ്പിൽ ആക്സിഡൻസിൽ വഴി മാറി പോകുന്നത്. ഹല്ലേലൂയ. ഓ ശാന്തലരബൗഡിയ. ഇത് ചിലരുടെ ദൂതാണ്. സ്തോത്രം. വിശ്വസിക്കുക, നമ്മൾ ലിഫ്റ്റ് കയറുമ്പോൾ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് താഴോട്ട് പോകുമ്പോൾ, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, രാവിലെ ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയി ഫയലുകൾ നോക്കുമ്പോൾ, പേഷ്യൻസിനെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ്, നമ്മൾ മറ്റുള്ളവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അനേക വ്യക്തി ജീവിതങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നും നമ്മളെ പോറ്റുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ശുശ്രൂഷ വളരെ വിശ്വസ്തയോടെ ചെയ്യുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വിശ്വസിക്കുക, ഇന്ന് രാത്രിയിലും ഈ ശുശ്രൂഷയേക്കാൾ അധികമായി ഒരുപാട് ആളുകളുടെ നടുവിലേക്ക്, സ്തോത്രം, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം മാറുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദേവദാസിയെ ഇത് പടരുക തന്നെ ചെയ്യും. സ്തോത്രം. ഇത് പടരുക, കാരണം ഇത് പടരുക തന്നെ ചെയ്യും. നമ്മുടെ പ്ലാനോ നമ്മുടെ പദ്ധതിയോ അല്ല ദൈവത്തിൻ്റെത്. സ്തോത്രം. അവൻ എക്സ്പാൻഷന്റെ ദൈവമാണ്. അവൻ വളർത്തുമാറാക്കുന്ന ദൈവമാണ്. അവൻ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്, സ്തോത്രം, ചെറിയൊരു ദൈവത്തെയല്ല. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഉയർത്തുന്ന ദൈവത്തെയാണ്. ആമേൻ. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് എന്നെ ഉയർത്തുകയും എന്നെ മാനിക്കുകയും ചെയ്യുന്ന, താഴ്ചയിൽ നിന്ന് എന്നെ ഉയർത്തുന്ന ദൈവം, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, സ്തോത്രം, പ്രഭുക്കന്മാരുടെ കൂടെ ഉയർത്തുന്ന ദൈവം. ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, ഹല്ലേലൂയ, എന്റെ ബ്രദറെ, ഞാൻ ഒത്തിരി അനുഭവിച്ചു. സ്തോത്രം. ഞാൻ ഒത്തിരി നിന്നെ സഹിച്ചു. ഹല്ലേലൂയ. എന്നെ കാട്ടിൽ കൊണ്ടിട്ടു. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് എന്റെ കുടുംബക്കാരനെ തള്ളി, എന്റെ സഹോദരങ്ങൾ എന്നെ തള്ളി. ഹല്ലേലൂയ. എന്നെ വെറുതെ ഒരു വയലിൻ വായിക്കാൻ, ഗിറ്റാർ വായിക്കാൻ വേണ്ടി എന്നെ കാട്ടിലേക്ക് അവർ പറഞ്ഞു വിട്ടു. സ്തോത്രം. അവർ ഓർത്തത് എന്നും ഹല്ലേലൂയ ഈ കാടുമാടുകളെ നോക്കി മാത്രം ജീവിക്കാനുള്ള ഒരു വ്യക്തി ആയിരിക്കുമെന്ന്. പക്ഷേ കാട്ടിൽ എന്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സാരം നീ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ നിന്റെ തലയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം. നീ പേഴ്സൺ ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ, ഒറ്റക്കായിരിക്കുമ്പോൾ നിന്റെ തലയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ആരും അറിയാം ദാവീദ് ഹല്ലേലൂയ കയറി വന്നിട്ട് പറയുന്നൊരു പദമുണ്ട് നമ്മുടെ ഭാഷ. അപ്പൊ ഇങ്ങനെ ഞാൻ പറയട്ടെ, എന്റെ അച്ചാച്ചമാരെ, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട്. സ്തോത്രം. പണ്ട് കാട്ടൊരു സിംഹത്തെ, ഹല്ലേലൂയ, ഒരു കരടിയെ അതിന്റെ നേരെ വന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മനുഷ്യ കുഞ്ഞിനെ കീറുന്നത് പോലെ, ഒരു പേപ്പർ വലിച്ചു കീറുന്നത് പോലെ ഞാനതിനെ വലിച്ചു കീറിക്കളഞ്ഞാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ മേൽ വ്യാപരിച്ച ആ അനോയിന്റിങ്, ഹല്ലേലൂയ, എന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി, ആ ദൈവ സാന്നിധ്യം എന്റെ മുമ്പിൽ വരുന്നതിനെ ഞാൻ പണ്ട് വലിച്ചു കീറി കളഞ്ഞതാണ്. കാരണം അത് മറ്റാരും കണ്ടില്ല. അത് കണ്ട ഒരു ദൈവമുണ്ട്. എനിക്ക് ശക്തി പകർന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ദൈവമക്കളെ ആ ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പം. The importance of the word of God, the importance of the presence of God. മറന്നു പോകല്ലേ. You are traveling with God's identity. You are speaking with God's identity. Hallelujah. You are walking with God's identity.
ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി അവസാന ഭാഗത്തിലേക്ക് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, സ്തോത്രം. വരിക എന്ന ആത്മാവും മണവാട്ടിയെ കുറിക്കുന്ന സഭയാണ്, സ്തോത്രം. സഭയെ ഇന്ന് രാത്രിയിലും ദൈവസഭകളെ ദൈവത്തിന്റെ ആത്മാവ് അതിനുവേണ്ടി സ്ട്രെസ് ചെയ്ത് പറയുന്നു, സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരെ എല്ലാം ക്രിസ്തുവിലേക്ക് ക്ഷണിക്കുന്നു. That's the duty of the church. സഭയുടെ മാത്രമല്ല, that's the duty of each individual. ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ്, ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടിയാണ് രക്ഷയിലേക്ക് വരുന്നവരെ വീണ്ടും 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 സഭയിലേക്ക് അവരെ കൂട്ടിച്ചേർക്കുക. കർത്താവിനെ അറിയാത്തവരുടെ അടുക്കലേക്ക് ഈ വചനത്തെ അയക്കുക. യേശുവിന്റെ സ്നേഹം എത്താത്ത വ്യക്തി ജീവിതങ്ങളിലായി അടുത്തേക്ക് നിങ്ങൾ യേശുവിനേക്കായി ദൈവമക്കളെ കൊണ്ട് കാര്യം ശ്രദ്ധിച്ച്, മേ ബി നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒറ്റൊരു വാക്കായിരിക്കാം ആ വ്യക്തിയെ വിടുവിക്കുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഒറ്റൊരു വ്യക്തിയോട്. കാരണം സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല രാജ്യങ്ങളിലായിരുന്നു പല സന്ദർഭങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണോ നാം ഓരോരുത്തരും. ഒരു വ്യക്തി ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ആ പദത്തിനകത്ത് എത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്? യേശു നിന്നെ സ്നേഹിക്കുന്ന, കാരണം ഇവിടെ സ്തോത്രം, ഇവിടെ നിങ്ങൾ കണ്ടിട്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ജീസസ് ലവ്സ് എന്ന് പറയുമ്പം ഇവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, ഈസ് ഇറ്റ് റിയൽ? അതുള്ളതാണോ? ഐ യു ജോക്കിങ്? ഞങ്ങൾ പറയും നോ സിസ്റ്റർ, ബ്രദർ, നോ, അതല്ല. കാരണം താങ്കളെ സ്നേഹിക്കാൻ ഒരാളുണ്ട്. കാരണം സ്നേഹം കിട്ടാതെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലുണ്ട് ദൈവമക്കളെ. എന്നും ഈ ചിരിച്ച മുഖത്തോടായിരിക്കത്തില്ല നമ്മൾ കാണുമ്പോൾ, എല്ലാവരും ചിരിച്ച മുഖത്തോടാണ്, പക്ഷെ ഉള്ളിൽ വിങ്ങുന്ന, ഉള്ളിൽ പ്രശ്നങ്ങൾ കൊണ്ടു നടക്കുന്ന, ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നടുവിൽ. അവരുടെ നടുവിലേക്കും യേശു നിന്നെ സ്നേഹിക്കുന്നു. പോട്ടെ, ഒരു ഹഗ് മതി എന്നേ അവർക്ക്. ജസ്റ്റ് എ ഹഗ് ക്യാൻ ചേഞ്ച് എ പേഴ്സൺസ് ലൈഫ്. ആമേൻ. ഒരു പ്രൈസ് ദി ലോർഡ് ആയിരിക്കാം അവരെ ശക്തിപ്പെടുത്തുന്നത്. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി എന്തോ ഉണ്ടെന്ന് ചോദിക്കുമ്പം അവരുടെ മനസ്സ് ചിലപ്പോൾ വിങ്ങുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ലഭിക്കുന്ന ആ വിടുതലുണ്ടല്ലോ, ദാറ്റ്സ് എന്തായിരുന്നു അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും നാം അവരിലേക്ക് കൈമാറുന്നത്. ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരും. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്ന സഭയെ, ദൈവം അതിനു വേണ്ടി ഉത്തേജിപ്പിക്കുന്നു. സ്തോത്രം. ഇനിയും ലാസ്റ്റ് 7 I just want to conclude. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം കർത്താവായ യേശുവിന്റെ ക്രൂശി മരണത്തിൽ the 7 words Jesus spoke on the ക്രൂശി, കർത്താവ് 7 മൊഴികൾ പറഞ്ഞു. ഇനിയും സ്തോത്രം, മൊഴികൾ പറഞ്ഞ അതിനോട് ഒത്തു തന്നെ there are 7 things, 7 കാര്യങ്ങൾ that's going to happen before the second coming of Jesus Christ. കർത്താവായ യേശുവിന്റെ വരുന്നതിന് മുമ്പ് സംഭവിക്കുന്ന 7 നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1 തെസ്സലോനിക്കർ 4:16-17 മറന്നുപോകാൽ. ഇതൊക്കെ നമുക്ക് കാണാപ്പാടുന്ന പാട്ടുകൾ പാടുന്നതാണ്. 1 Thessalonians chapter 4 verses 16 and 17. 1, കർത്താവ് താൻ ഗംഭീര നാദത്തോടും, praise God, hallelujah, sorry, ഒന്ന് ഇന്ററപ്റ്റ് ആയി, I'm so sorry for that. ആമേൻ, praise God. 1, കർത്താവ് താൻ ഗംഭീര നാദത്തോടും. 2ാമത്തെ കാര്യം, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. 3, ദൈവത്തിന്റെ കാഹളം. 4, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. 5, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. 6, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ. 7ാമത്തെ കാര്യം, മേഘങ്ങളിൽ എടുക്കപ്പെടും. 7 കാണിക്കുന്നത് പൂർണ്ണത ഉള്ളതാണെങ്കിൽ, സ്തോത്രം, കർത്താവിന്റെ വരവെങ്കിലും പൂർണ്ണതയുണ്ട് ദൈവമക്കളെ. ഹി ഈസ് എ ഗോഡ് ഓഫ് ഫുൾഫിൽമെന്റ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ദൈവ ശബ്ദം അതിന്റെ ഫുൾഫിൽമെന്റ് കാണാൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം, കർത്താവിനോട് നാളുകൾക്ക് മുമ്പേ അല്ല വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ഓരോ പ്രോമിസസും, അതും വരും ദിനങ്ങളിൽ ഞാൻ അതിനെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും. ആമീൻ. അല്ല, ഞാൻ അതിനെ എൻ്റെ സ്വന്തം കൈ കൊണ്ട് തന്നെ ഞാൻ അതിനെ അനുഭവിക്കും. അല്ല, ഞാൻ അതിനെ സ്വന്തം ശരീരം കൊണ്ട് തന്നെ ഞാനത് അനുഭവിക്കുമെന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുക. Praise God, hallelujah. ഒരിക്കലും നെഗറ്റീവ്നെസ് നമ്മുടെ വായിൽ നിന്ന് വരല്ലേ ദൈവമക്കളെ. രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ സ്തോത്രം, കർത്താവേ അതില്ലല്ലോ ഇതില്ലോ, ആ ഇല്ലായ്മ പറച്ചിൽ ഫസ്റ്റ് നമ്മൾ നിർത്തിയിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ അങ്ങ് എല്ലാം തന്നതിനായി സ്തോത്രം, അങ്ങ് ദാനമായി തരാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നെഗറ്റീവ്നെസ്സിനെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കലും വായിൽ നിന്ന് നെഗറ്റീവ് വരല്ലേ. എനിക്കിതില്ലല്ലോ, ശരിയായിരിക്കാം, പക്ഷേ സാഹചര്യങ്ങളെ നോക്കി നീ പറയണം, ഇല്ലായ്മയിലും കർത്താവേ അതിനെ തരാൻ പോകുന്നതിനായി സ്തോത്രം. ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തി അയക്കാം.
ആമീൻ, ഉദരത്തിന്മേൽ കൈവച്ച് പറയണം, എനിക്ക് തലമുറ അങ്ങ് തരാൻ പോകുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തൊരു വ്യക്തിയായിരിക്കും, ദൈവത്തോട് പറയണം, കർത്താവേ അങ്ങ് ജോലി തരാൻ പോകുന്നതിനായി സ്തോത്രം. സാലറി മുടങ്ങി കിടക്കുന്ന വ്യക്തിയായിരിക്കും, ദൈവത്തോട് പറയണം, കർത്താവേ ആമീൻ അങ്ങ് സാലറി എന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. മേ ബി അവിടെ സൗദിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആമീൻ, മുദീർമാർ, ആമീൻ ആമീൻ ഹൈയിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളോട് മേ ബി they might behave it so terribly, പക്ഷെ എന്നിട്ടും പറഞ്ഞു ദൈവത്തോട്, കർത്താവേ ഹല്ലേലൂയ അവർ എന്നോട് സ്നേഹമായി പെരുമാറാൻ പോകുന്നതിനായി സ്തോത്രം. ഞാനൊരു ദൈവവൈതലാണ്, ദൈവമക്കൾ അവിടെ തെളിയിക്കണം. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ദൈവവൈതലും ദൈവത്തെ അറിയാത്തൊരു തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവിടെ അറിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. കാരണം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല, നാട്ടിലെ ആൾക്കാർക്കും അറിയത്തില്ല. ഇന്നെന്റെ പെരുമാറ്റങ്ങൾ ഒരാൾ ചോദിക്കും, നീ ഒരു ദൈവവൈതലാണോ ഒരാൾ? നോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാരണം ഉണ്ടാക്കി വെക്കരുത്. ആമീൻ. എന്റെ സമൂഹത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെക്കരുത്. ആമീൻ. ദൈവം ആഗ്രഹിക്കരുത്. സ്തോത്രം. ആമീൻ. കർത്താവ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറില്ലേ, യേശുവിനെ പോലെ ഒരു മനോഭാവം തരണമേ ദൈവമക്കളെ. ആ മനോഭാവം ഇന്ന് രാത്രി ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, ആ മനോഭാവം ഉണ്ടോ നമ്മുടെ രാത്രിയിൽ? സാഹചര്യം വരുമ്പോൾ അറിയാം നമ്മുടെ മനോഭാവങ്ങൾ. ആമീൻ ആമീൻ. ഒരു ഇല്ലായ്മ വരുമ്പോൾ അറിയാം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. സ്തോത്രം. ആമീൻ. ചിലപ്പോൾ നമ്മുടെ മുഖം ചിലപ്പോൾ റെഡിഷ് ആകും, ചിലപ്പോൾ നമുക്ക് കയർത്ത് സംസാരിക്കേണ്ടി വരും. ആരോടോ എന്താ സംസാരിക്കും ഒന്നും നാം അറിയാതിരിക്കുമ്പോൾ ഓർക്കുക, ഒരു പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. Hallelujah. We praise in the mighty name of Jesus. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ വചനം കേട്ട ഓരോ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. പ്രശ്നത്തിൽ കൂടിയിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സഹോദരങ്ങളോട്, ആമീൻ, ഇല്ലായ്മയിലിരിക്കുന്ന സഹോദരങ്ങളോട്, വിഷമത്തിലിരിക്കുന്ന സഹോദരങ്ങളോട് കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആമീൻ, ഇത് താങ്കളോടുള്ള ദേവദാസന്മാരുടെ ദൂത. നിങ്ങൾ വിഷമിക്കല്ലേ, ഭാരപ്പെടല്ലേ. ദൈവം ഓർത്ത് ആദരിക്കുന്ന വ്യക്തിയാണ്, ദൈവം ഓർത്ത് ആദരിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക. അത് ചിലപ്പം ഒത്തിരി പ്ലാറ്റ്ഫോം ലഭിച്ചില്ലെന്ന് വരാം, ആമീൻ, ഒത്തിരി സ്റ്റേജുകൾ ലഭിച്ചില്ലെന്ന് വരാം. പക്ഷേ ഒരു കാര്യം വിശ്വസിക്കുക, വാതിലുകൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് നിങ്ങൾ തന്നെ വാ കൊണ്ട് പറയുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി ഞാൻ കയറി പറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ ചർച്ച ചിലപ്പോൾ ആളുകൾ കാണത്തില്ലായിരിക്കാം. വിശ്വാസത്തോടെ കണ്ണുമടച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ബൈബിൾ കൈയും പിടിച്ചിട്ട് വിശ്വാസത്തോടെ കാണുക, 100 പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത്. സ്തോത്രം. രോഗസൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ? വിശ്വാസത്തോടെ കണ്ട് പ്രാർത്ഥിക്കുക, കരങ്ങൾ നീട്ടുമ്പോൾ അവിടെ രോഗികൾ സൗഖ്യമാക്കുന്നത്. ഇങ്ങനെയാണ് ദൈവമക്കളെ വിടുതൽ നടക്കുന്നത്. അല്ലാതെ എന്നും ദൈവത്തോട് കംപ്ലൈന്റ് പറയല്. നോ 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 നോ. കംപ്ലൈന്റ് പറയല്ലേ. സ്തോത്രം. വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുക, വിശ്വാസത്തോടെ കാൽ ചുവടുകൾ വെക്കുക, വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ പഴയ ഞാൻ നിർത്താൻ പോകുക. പഴയ നിയമത്തിൽ നോക്കിയ പുരീം ഉത്സവത്തെ പറ്റി നമുക്കറിയാം. പുരീം മാസം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കൊടുക്കൽ, ദ മന്ത് ഓഫ് ഗിഫ്റ്റ്. ആമീൻ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു, ഗിഫ്റ്റുകൾ കൈമാറുന്ന മാസമാണ്. പഴയ നിയമത്തെ നല്ലതുപോലെ പഠിച്ചാൽ ഈ മാസം ഫെബ്രുവരി മാർച്ച് മാസം കുറിക്കുന്ന സ്തോത്രം പുരീം മാസത്തെ കുറിക്കുന്നത്. ആമീൻ. ദ മന്ത് ഓഫ് പുരീം, ആമീൻ, ഡിക്ലെയർസ്, ആമീൻ, അത് കാണിക്കുന്നത് സന്തോഷത്തിന്റെ ഉത്സവത്തിന്റെ മാസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന ചിലവർക്ക് ഒരു ഉത്സവമുണ്ടോ നിങ്ങൾ വിശ്വസിക്കുക. ആമീൻ. വരും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും. വിശ്വസിച്ച ഡീപ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അതിനൊറ്റൊരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വിശ്വാസം കൂടാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. വിശ്വസിക്കുക. എൻ്റെ മുമ്പിൽ വരുന്ന, ഹല്ലേലൂയ, എൻ്റെ മുമ്പിൽ വരാൻ പോകുന്ന നന്മകൾക്കായി സ്തോത്രം, എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വാതിലുകൾക്കായി സ്തോത്രം, അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവേ, ഇങ്ങനെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ കൂടെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലം എന്താണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ കർത്താവേ. ഈ വായിച്ചു വിടുന്നത് മാത്രമല്ലല്ലോ സ്തോത്രം, അതിൽ എന്താണ് നടക്കുന്നത് എന്ത് എനിക്ക് കൂടെ കാണുവാനുള്ള കണ്ണുകളെ എൻ്റെ ദൈവം തുറന്നു തരുമാറാണമേ. കാരണം എന്നെ വിളിച്ചത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണെങ്കിൽ, ആമീൻ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുക. വചനം പറയുമ്പോൾ അതിൽ കൂടെ ഡെലിവറൻസ് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പറയുക. പാട്ട് പാടുമ്പോൾ വിശ്വസിക്കുക, അവിടെ വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. ചലനമറ്റ വിഷയത്തിന്മേൽ ഇതിനെ എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒറ്റൊരു മറുപടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നീ പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിന് നേരെ ചെല്ലുക. ജസ്റ്റ് പ്രേ ആൻഡ് ഗോ ബിഫോർ ദാറ്റ്. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥന മനുഷ്യർ ഈ ലോകത്തിൽ അറിയത്തില്ല ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. പ്രാർത്ഥന മനുഷ്യർ ചിലപ്പോൾ ലോകം അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഒരു കാര്യമുണ്ട് സ്തോത്രം, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആമീൻ, ഹല്ലേലൂയ, ഒന്ന് മുട്ട് മടക്കുമ്പോൾ, ഒന്ന് കരം തട്ടുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ദാറ്റ്.
പ്രൈസ് ഗോഡ്. ഈ രാത്രിയിലും ഹാലലൂയ അല്ല എന്റെ ശബ്ദം പിന്നീട് കേൾക്കുന്ന ദൈവജനമേ, പ്രശ്നത്തിൽ കൂടെ ഹാലലൂയ സാഹചര്യത്തിന്റെ നടുവിൽ കൂടെ ബുദ്ധിമുട്ടായിട്ട് കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് കൈമാറണം. ദൈവിക കൽപ്പനയ്ക്കകത്ത് വഴിയുണ്ട്. There is a provision in the word of God. ദൈവിക കൽപ്പനയ്ക്കകത്ത് വഴിയുണ്ട്. ദൈവിക കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി കൽപ്പന ഈ രാത്രിയിൽ പുറപ്പെടുവിക്കുമാറാകണമേ. എനിക്ക് വേണ്ടി ചില വഴികളെ അങ്ങ് തുറക്കുമാറാകണമേ കർത്താവെ. നന്ദിയോടെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും കണ്ണ് I'm just going to wind up. പ്രാർത്ഥിച്ച് ഞാൻ ഹല്ലേലൂയ I just want to transfer കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണോ ദൈവമക്കളെ, ഹല്ലേലൂയ. അത് ആര് പ്രസംഗിച്ചാലും, ആര് മെസ്സേജ് എടുത്താലും, ആര് പാട്ട് ആര് വർഷിപ്പ് ലീഡ് ചെയ്താലും, ഒരു കാര്യം ദൈവത്തിന്റെ വചനമാണോ അതിനെ നിങ്ങൾ മുറുകെ തന്നെ പിടിക്കുക. പ്രസംഗകരെ നോക്കിയാൽ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ലായിരിക്കും. No, nothing, you are going to get nothing from them. പക്ഷെ യേശുവിനെയാണ് നോക്കുന്നെങ്കിൽ you get everything. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഏത് വിഷയമായിക്കോട്ടെ, let it be anything. അതിന് എത്ര വലിയ ഭാരമേറിയ വിഷയമാണ്, കർത്താവിനോട് പറ, കർത്താവേ അപ്പാ I cannot handle this matter. എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല കർത്താവ്. I cannot handle this. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താൽ അത് തീരെ കുഴയും, അത് കുഴഞ്ഞു മറിയും. No, I don't want that to happen. പക്ഷേ ഈ രാത്രി ഞാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നു. I give my problems unto thy hands, Lord. എൻ്റെ വിഷയങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എൻ്റെ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് കൈമാറുന്നു. എൻ്റെ ആരോഗ്യത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് കൈമാറുന്നു കർത്താവേ. കാരണം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ടത് എനിക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ ആ കൽപ്പനയ്ക്കകത്ത് ഒരു വഴിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ആ നിത്യതയിലേക്കും എനിക്ക് വേണ്ടി വഴി ഒരുക്കിയ ദൈവമേ അങ്ങേക്ക് 100 നന്ദി. പ്രൈസ് ഗോഡ്. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് അടികളെങ്കിൽ സ്തുതിക്കുന്നു, അടികളെങ്കിൽ വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് അടികളെങ്കിൽ സ്തുതിക്കുന്നു കർത്താവേ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ പ്രയർ ഫെലോഷിപ്പ് നിങ്ങളുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഡെന്നി ബ്രദറിനെ, സിസ്റ്ററിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മമ്മി അനുഗ്രഹിക്കണമേ കർത്താവേ. മറ്റേ വർഷിപ്പ് ലീഡിംഗ് ബ്രദറിനെ അനുഗ്രഹിക്കണം. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ ശബ്ദം കർത്താവെ പിന്നീട് കേൾക്കുന്ന ജനങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. എന്റെ ദൈവം ചില കൽപ്പനകളെ പുറപ്പെടുവിക്കണമേ, അതിനൊരു വഴിയുള്ളതിനായി ഞങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പിതാവേ. അടികൾ ഓരോരുത്തരും വിശുദ്ധി നിർത്തിയാട്ടെ, വേർപാട് നിർത്തിയാട്ടെ, എന്റെ പ്രിയന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. മാറാനാഥ. ആമേൻ, ആമേൻ.